ലോകകപ്പ് ഫുട്ബോളിൽ ആവേശം വാനോളമുയർത്തി മറ്റൊരു തകർപ്പൻ പോരാട്ടം കൂടി അവസാനിച്ചിരിക്കുകയാണ്. മെക്സിക്കോയിൽ നടന്ന വാശിയേറിയ മത്സരത്തിൽ യൂറോപ്യൻ കരുത്തരായ ചെക്കിയെ 1-2 ഗോളുകൾക്ക് ദക്ഷിണ കൊറിയ തകർത്തുവിട്ടു. മത്സരത്തിന്റെ ഒരു ഘട്ടത്തിൽ ഒരു ഗോളിന് പിന്നിൽ പോയ ശേഷമാണ് ഏഷ്യൻ വമ്പന്മാരായ കൊറിയ അവിശ്വസനീയമായ രീതിയിൽ കളിയിലേക്ക് തിരിച്ചു വന്നതും വിജയമുറപ്പാക്കിയതും. മത്സരത്തിന്റെ ആദ്യ പകുതി ഇരു ടീമുകളും ഗോൾ രഹിത സമനിലയിൽ പിരിഞ്ഞു. രണ്ടാം പകുതിയിൽ എന്നാൽ കളി മാറി. കളി തുടങ്ങി 60-ാം മിനിറ്റിലേക്ക് അടുക്കുമ്പോൾ ചെക്കിയ മത്സരത്തിലെ ആദ്യ ഗോൾ നേടി. തങ്ങളുടെ സ്ഥിരമായുധമായ സെറ്റ് പീസിലൂടെയാണ് അവർ കൊറിയയെ ഞെട്ടിച്ചത്. വ്ളാഡിമിർ കുഫാലിൻ്റെ ഒരു ലോങ് ത്രോയിൽ നിന്നും കൃത്യമായി കണക്ട് ചെയ്ത് ലാഡിസ്ലാവ് ക്രിച്ചി ഒരു ബുള്ളറ്റ് ഹെഡറിലൂടെ ചെക്കിയയെ മുന്നിലെത്തിച്ചു. എന്നാൽ ചെക്കിയയുടെ ആഘോഷങ്ങൾക്ക് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. ഗോൾ വഴങ്ങിയതോടെ കൊറിയ കളം നിറഞ്ഞു കളിച്ചു. മിഡ്ഫീൽഡർ ഹാങ് ഇൻ ബിയോമിൻ്റെ ഒരു ചടുലമായ മുന്നേറ്റത്തിനൊടുവിൽ മനോഹരമായ ഒരു ഫിനിഷിങ്ങിലൂടെ കൊറിയ കളി സമനില പിടിച്ചു. തുടർന്ന് കളി അവസാന ഘട്ടത്തിലേക്ക് നീങ്ങവേ കൊറിയ തങ്ങളുടെ വിജയ ഗോളും കണ്ടെത്തി. ഹാങ് ഇൻ ബിയോം നൽകിയ ഒരു മനോഹരമായ ലോങ് പാസ് കൃത്യമായ റണ്ണിലൂടെ പിടിച്ചെടുത്ത് ഓങ് ഹ്യൂൻ ഗ്യൂം ചെക്കിയൻ വലയിലെത്തിച്ചു. അവസാന 10 മിനിറ്റിൽ തോമസ് ഉച്ചയ്ക്കിലൂടെ ചെക്കിയ ഒരു ഗോൾ മടക്കിയെന്ന് തോന്നിച്ചുവെങ്കിലും റഫറി അത് ഓഫ് സൈഡ് വിളിച്ചു. ബയർ ലെവർകൂസൻ സൂപ്പർ സ്ട്രൈക്കർ പാട്രിക് ഷിക്കിന് തിളങ്ങാനാകാത്തത് ചെക്കിയയ്ക്ക് വലിയ തിരിച്ചടിയായി മാറിയപ്പോൾ കൊറിയ ഗ്രൗണ്ടിൽ വിജയം ആഘോഷിച്ചു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.